എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. നമ്മൾ തീരുമാനിച്ചതുപോലെ കാത്തിരിക്കാം. എല്ലാ സത്യവും തുറന്നു പറയാൻ ഒരു ദിവസം വരുന്നത് വരെ. ഞാനിതുവരെ ദുർഗയുടെ മുമ്പിൽ ഒരു രഹസ്യം മറച്ചു വെച്ചിട്ടില്ല. അവളോട് തുറന്നു പറയാത്ത ഒരു രഹസ്യം എന്റെ ഉള്ളിലില്ല. അതെല്ലാം എനിക്കറിയാം പ്രസാദേട്ട. പക്ഷെ ഇത്രയും വലിയൊരു രഹസ്യം, അതും സ്വന്തം മകളെ സംബന്ധിച്ചുള്ള കാര്യം, ഇത്രയും കാലം അവൾ കരുതിയിരുന്നൊക്കെ തെറ്റായിരുന്നു എന്നുള്ള സത്യം, അതിനെ നെഞ്ചിലെത്തി നടക്കാൻ എനിക്ക് പറ്റുന്നില്ല. ദുർഗേച്ചിയിൽ നിന്ന് ഒരു കാര്യം ഒളിച്ചു വെച്ചിട്ടില്ലാത്തത് കൊണ്ട് ഏട്ടനെ കുറ്റബോധം. അറിയണം പ്രിയ, അവൾ അറിയണം. തുളസി സ്വന്തം മകളാണെന്നുള്ള സത്യം അവൾ വൈകാതെ തന്നെ അറിയണം. ദുർഗേച്ചിയും തുളസിയും എന്നും നമ്മളോടൊപ്പം വേണം. ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാ നമ്മളിപ്പോ ഈ രഹസ്യം ദുർഗേച്ചിയോട് തുളസി മോളോടും പറയാതിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുറ്റബോധത്തിന്റെ ആവശ്യം ഈ കാര്യത്തിൽ വേണ്ടായിട്ട. ആലോചിക്കും തോറും ആദ്യ മനസ്സിൽ ഓരോ ദിവസം കഴിയും തോറും ദുർഗയ്ക്ക് തുളസിയോട് ശത്രുത കൂടി വരിക. അതാ എനിക്കും പേടി. നീ പറഞ്ഞ പോലെ കാത്തിരിക്കാം, അതേ വഴിയുള്ളൂ. ഹലോ. തിരുമേനി, കനകദുർഗയാ. മനസ്സിലായി. തിരുമേനിയോട് എനിക്ക് കുറച്ച് ഇഷ്ടക്കേട് തോന്നിയിരുന്നു. അതിന്റെ കാരണം തിരുമേനിക്ക് തന്നെ അറിയാലോ. നമ്മളൊരു രഹസ്യം പങ്കുവച്ചാ അത് പുറത്തറിയരുത്. അക്കാര്യത്തില് തിരുമേനിക്ക് അബദ്ധം പറ്റിയതാണെന്നും തുളസി ബുദ്ധിപൂർവ്വം തിരുമേനിയെ ചതിച്ചതാണെന്നും അറിയാം. ഇപ്പൊ കനകദുർഗ വിളിച്ച കാര്യം പറയൂ. നമ്മളൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ അത് ഫലപ്രാപ്തിയിൽ എത്തിയാലല്ലേ നമ്മൾ വിശ്രമിക്കാൻ പാടുള്ളൂ. തിരുമേനി എനിക്കൊപ്പം നിൽക്കുന്നില്ല എന്നൊരു തോന്നൽ എനിക്കിപ്പോ ഉണ്ട്. അങ്ങനെ കരുതണ്ട. ഞാൻ ദുർഗ പറഞ്ഞ അനുസരിച്ചെല്ലാം പ്രവർത്തിച്ചല്ലോ. കുറച്ചുനാൾ ഇവിടുന്ന് മാറി നിൽക്കുകയും ചെയ്തു. അതെ, അതൊക്കെ ശരി തന്നെയാ. പിന്നെ തിരുമേനിയെ രക്ഷിക്കാനും എനിക്ക് കഴിഞ്ഞു. ആ ഫോൺ സംസാരം പ്രസാദേട്ടന്റെ കയ്യിലെങ്ങാനും എത്തിയിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താവുമായിരുന്നു? എത്രയായാലും പ്രസാദേട്ടനൊരു പോലീസല്ലേ തിരുമേനി, കേസെടുത്തേനെ. തിരുമേനിയെ രക്ഷിച്ചെടുത്തതിന്റെ നന്ദിക്ക് എനിക്ക് തിരുമേനി ഒരു സഹായം ചെയ്യണം. ആ ഫോൺ റെക്കോർഡിംഗ് ഡിലീറ്റ് ചെയ്തതോടെ തിരുമേനിയുടെ കാര്യത്തില് ഒരു ടെൻഷനും വേണ്ട. മാത്രമല്ല, തിരുമേനിയുടെ വാക്കുകള് പ്രസാദേട്ടന് ഇപ്പോഴും വലിയ വിശ്വാസമാ. ഞാൻ എന്താ വേണ്ടത്? ശ്രീഹരി എന്നൊരു ചെറുക്കന്റെ ജാതകം ഞാൻ തിരുമേനിക്ക് ഫോർവേഡ് ചെയ്യാം. തുളസിയുമായിട്ട് ആ ജാതകം ചേരുമെന്ന് പ്രസാദേട്ടനെ തിരുമേനി ഒന്ന് അറിയിക്കണം. രഹസ്യമായിട്ട് ആ വിവാഹം നടത്താനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കനകദുർഗയോട് ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. തിരുമേനി പേടിക്കണ്ട, എല്ലാം ഞാൻ പ്ലാൻ ചെയ്തോളാം. പക്ഷെ തിരുമേനിയുടെ ഒരു വാക്ക് അത് പ്രസാദേട്ടൻ വിശ്വസിക്കും. അതിനാ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞു. കലികാലവും കഷ്ടകാലവും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. ദൈവങ്ങൾക്ക് പോലും കഷ്ടകാലം ബാധിക്കാറുണ്ട്. പിന്നെ അല്പപ്രാണിയായ മനുഷ്യന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഈയുള്ളവനെ കനകദുർഗ വെറുതെ വിടണം. തിരുമേനി എന്തായി പറയുന്നത്? ഇനിയും എന്നെ തെറ്റുകളിലേക്ക് വലിച്ചിടരുത്. പണത്തിന്റെ മോഹത്തിൽ വീണ് അരുതാത്ത ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് തെറ്റായിന്ന് അനുഭവം എന്നെ പഠിപ്പിച്ചു. ഇനിയും ഞാനതിന് തയ്യാറല്ല. ബുദ്ധിപരമായിട്ട് രക്ഷപ്പെടുകയല്ലേ? തിരുമേനിയുടെ ഫോൺ സംസാരം ഡിലീറ്റ് ചെയ്തു എന്നറിഞ്ഞതോടെ ഇനി ഒന്നിനും പങ്കെടുക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെങ്കിൽ
എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം തിരുമേനി തിരിച്ചു തരണം. അല്ലെങ്കിലും ഞാൻ ആ പണം തിരിച്ചു തരും. ഞാനിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അർഹതയില്ലാത്ത പണത്തിനും അംഗീകാരത്തിനും വേണ്ടി ഓടിയിട്ടുള്ളവരെല്ലാം നരകത്തിലാ വീണിട്ടുള്ളത്. ദുർഗയോടും എനിക്കതാ പറയാനുള്ളത്. സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിക്കുക. സ്നേഹിക്കുന്ന മനസ്സുകളെ വേർപെടുത്തുന്നത് അക്ഷന്തവ്യമായ തെറ്റാണ്. ആദിത്യൻ ദുർഗയുടെ മകനല്ലേ? അവനോട് കുറച്ചുകൂടി കരുണ കാണിച്ചുകൂടെ? തുളസിയും ആദിത്യനും വിവാഹിതരാണ്. അവരുടെ ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ട്. ഒരുമിച്ച് ജീവിക്കേണ്ടവരാ അവര്. നിങ്ങൾ എന്നെ ഉപദേശിക്കണ്ട. കള്ളത്തരങ്ങൾക്ക് കൂട്ടുനിന്നിട്ട് വിശുദ്ധം ചമയുന്നു. ഈ ദുർഗയ്ക്ക് അത് പൊളിച്ചെടുക്കാൻ അറിയാവുന്ന വിചാരിച്ചോ? അയാള് മുങ്ങിക്കളയോ? ഏയ്, ഇനി നമുക്ക് ഒരു ജോലി കൂടിയുണ്ട്. എന്ത് ജോലി? എന്താ മോളെ? അച്ഛൻ വീട്ടിലില്ലേ? അതെ, വീട്ടിലാണല്ലോ. അച്ഛൻ എത്രയും പെട്ടെന്ന് അമ്മയും കൂട്ടി ദേവമംഗലത്ത് വരണം. എന്താ കാര്യം? കാര്യമൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. വേഗം എത്തണം. മോളെ, അപ്പോഴേക്കും കട്ട് ചെയ്ത് കളഞ്ഞു. എന്താ ചേട്ടാ, ആരെ വിളിച്ചത്? തുളസിയാ. വെറുതെ വിളിച്ചതാണോ? നമ്മളോട് രണ്ടുപേരോടും എത്രയും വേഗം ദേവമംഗലത്തെത്താൻ. ദേവമംഗലത്തോ? എന്തിന്? അത് ചോദിക്കാനുള്ള സമയം അവള് തന്നില്ല. അതിനുമുമ്പ് ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ഈശ്വര, ഇനി ദേവമംഗലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുമോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നിങ്ങൾ ഇറങ്ങിയോ? എന്താ മോളെ ദേവമംഗലത്ത് പ്രശ്നം? ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഉടനെ അവിടെ ഒരു ബോംബ് പൊട്ടും. ബോംബോ? അച്ഛാ, എല്ലാവരെയും നടക്കുന്നൊരു കാര്യമായിട്ടാ ഞാനും ആദ്യം ഉടനെ അവിടെ എത്തുന്നത്. അപ്പോഴേക്കും അച്ഛനും അമ്മയും ദേവമംഗലത്തുണ്ടായിരിക്കണം. എന്ത് കാര്യമാണെന്ന് പറ. അതൊക്കെ അവിടെ എത്തിയിട്ട് പറയാം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, എല്ലാം ഞാൻ പറഞ്ഞിട്ടാ. ഇവള് ഈ നശിച്ചവൾ എന്റെ മകന്റെ ഭാര്യയായിട്ട് വരുന്നത് കാണാതിരിക്കാൻ വേണ്ടി ഞാൻ പറയിപ്പിച്ചതാ രാജവർമ്മയെ കൊണ്ട്. എന്റെ മക്കളുടെ ജീവിതം തകർത്തു. എന്നെ മാനസികമായിട്ട് ചൂഷണം ചെയ്തു. നിന്റെ ഉള്ള് ഇത്രമാത്രം വൃത്തികെട്ടതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. തട്ടിക്കളയുന്നു. ഓണിവാസം കാണിച്ചിട്ട് ഇവിടെ ഒറ്റ ഒരുത്തി കാരണം ഞാൻ ആദ്യം തുളസിയും അകട്ടെ നോക്കി. ഇവിടെ ഒറ്റ ഒരുത്തി കാരണം ഞാൻ എന്റെ അനിയത്തെ വെറുക്കാൻ തീരുമാനിച്ചത്. വെറുതെ ഇരിക്കാൻ എന്തായി കാണിക്കുന്നത്? ദുർഗ, നിനക്കും എനിക്കും ഇടയില് ദാ ഇത്ര ദൂരവേ ഉള്ളൂ. എന്റെ ഈ വിരലൊന്ന് വലിച്ച പിന്നെ നീ ഇല്ല. ദുർഗ, പ്ലീസ്. എന്താടി, നിനക്ക് രക്ഷിക്കാൻ കഴിയോ?
നിന്നെ പ്രസവിച്ച നിന്റെ അമ്മേ. ആ പറ്റില്ല അല്ലേ? പക്ഷേ ഈ ദുർഗയ്ക്ക് ഇവളെ രക്ഷിക്കാൻ കഴിയും. പക്ഷേ ഞാനത് ചെയ്യില്ല. നിന്റെ അഹങ്കാരത്തിനുള്ള എന്റെ മറുപടിയായത്. രാജവർമ്മ എന്ന ജ്യോതിഷിയുടെ ഫോണിലെ സംസാരം കേൾപ്പിച്ച് നീ എന്നെ കുറെ ഭയപ്പെടുത്തിയതാണല്ലോ. ഇനി ഈ ദുർഗ വേണ്ട. അതെ, സോറിടാ. എന്തിന്? നീ എന്തിനാ എന്നോട് സോറി പറയുന്നത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്രയൊക്കെയല്ലേ സംഭവിച്ചുള്ളൂ എന്നുള്ള ആശ്വാസത്തിലാ ഞാൻ. ദുർഗാമ്മയെല്ലാം സ്വയം ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആ രാജവർമ്മയുടെ കള്ളക്കഥയാക്കി മാറ്റാന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ ദുർഗാമ്മ അപ്പോഴേക്കും... അമ്മ അങ്ങനെയാ. ചെയ്യുന്നതിന് എന്തിനും അമ്മയുടേതായ ന്യായം ഉണ്ടാവും. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നത്. മാമന്റെ അവസ്ഥ കണ്ടപ്പോഴും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പാവം, ഇത്ര ക്രൂരമായി വഞ്ചിക്കായിരുന്നു എന്നറിഞ്ഞിട്ടും ദുർഗാമ്മയോടുള്ള സ്നേഹം ഉള്ളിലൊതുക്കി അവിടെ നിന്നു. അച്ഛൻ അതല്ലേ പറ്റുള്ളൂ. വേറെന്താ വഴിയുള്ളത്? എത്രയോ വർഷങ്ങളായി ഇതുപോലുള്ള അമ്മയുടെ പിടിവാശികൾക്ക് മുമ്പിൽ സ്വയം തോറ്റുകൊടുക്കുക അച്ഛൻ. ഇപ്പൊ ആലോചിക്കുമ്പോ ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ച് ആരുടെയും സങ്കടം കാണാതെ ജീവിച്ചാൽ മതിയായിരുന്നു. നമ്മളെപ്പോലെ അച്ഛനമ്മമാരെ സ്നേഹിക്കുന്ന മക്കളുടെ വിധിയായത്. നമ്മളെ അവരൊരിക്കലും മനസ്സിലാക്കില്ല. അവരോടുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നു പോവാൻ നമുക്ക് കഴിയൂല. നിനക്കും അങ്ങനെ തോന്നാറില്ലേ? തോന്നിയിട്ടുണ്ട്. എല്ലാം അവസാനിപ്പിച്ച് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ കൊതിച്ചിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഒരാൾ എന്നെ തടയും. ഈ ലോകത്ത് എവിടെ പോയാലും സ്വസ്ഥത കിട്ടില്ലെന്ന് അപ്പോ തോന്നും. എങ്ങനെ മറക്കാൻ ശ്രമിച്ചാലും കഴിയില്ല എന്ന് മനസ്സിലാവും. നീയാത്. നീയല്ലാതെ വേറെന്താടി എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ളത്? നമ്മൾ രണ്ടുപേരും ഒരു ദിവസം ഒരേ സമയം ഈ ഭൂമിയിലേക്ക് വന്നു. ഒരുമിച്ച് ജീവിക്കണമെന്ന് മോഹിച്ചു. ഇനി വേർപിരിഞ്ഞു പോകാൻ പറ്റില്ല. എന്നെക്കൊണ്ട് അതിന് കഴിയില്ല. ആദ്യം ദുർഗാമ്മ സമ്മതിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഇന്ന് തന്നെ കണ്ടില്ലേ, ഒരു നിമിഷം ആ തോക്ക് പൊട്ടിയിരുന്നെങ്കിലോ എന്താവുമായിരുന്നു? ദേഷ്യം കൊണ്ട് വിറക്കായിരുന്നില്ലേ ദുർഗാമ്മ? അങ്ങനെ ഒരാള് എന്നെ എപ്പോഴെങ്കിലും അംഗീകരിക്കോ? നമ്മളിലൂടെ രണ്ട് കുടുംബങ്ങൾ ഒന്നിക്കണമെന്ന് നിന്റെ അച്ഛനും എന്റെ അമ്മയും ആഗ്രഹിച്ചു. പക്ഷെ ഇപ്പൊ രണ്ട് കുടുംബങ്ങൾ കൂടുതൽ അകലുകയല്ലേ ചെയ്യുന്നത്? ഒരിക്കലും ചേരാത്ത വണ്ണം അകന്നു പോകുന്നവരെ നമ്മൾ എങ്ങനെയാണ് ചേർത്ത് നിർത്തുക?
എവിടെയോ എന്തോ സംഭവിക്കാൻ ബാക്കിയുണ്ട്. ഞാനും നീ അറിയാത്ത എന്തോ ഒരു കാര്യം പുറത്തറിയാനുണ്ട്. അതെല്ലാ പ്രതിസന്ധികളും ഇല്ലാതാക്കും. ഏത് കയറ്റത്തിനും ഒരു ഇറക്കം ഉണ്ടാവുമെന്ന് പറയാറില്ലേ, അതുപോലൊരു മാറ്റം സംഭവിക്കും. നിങ്ങൾ രണ്ടുപേരും എന്നെ കുറിച്ച് എന്താ കരുതുന്നത്? ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ വാടിക്കരിഞ്ഞു പോവുന്നോ? അങ്ങനെ തൊട്ടാച്ചുള്ളുന്ന തൊട്ടാവാടിയൊന്നും അല്ല ഞാൻ. ധൈര്യവും കഴിവും കൊണ്ട് തന്നെയാ ഞാൻ ഇവിടം വരെ ജീവിച്ചത്. ഓരോ പെണ്ണും അങ്ങനെ തന്നെ ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹവും. പക്ഷേ ചേച്ചി ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞപ്പോ സൂയിസൈഡ് ചെയ്യുന്ന തന്നെയാ ഞാനും കരുതിയത്. നീ മാത്രമല്ല, ഇവിടെ പ്രസാദേട്ടനും ആദിയും പ്രിയയും ജയനും അവരുടെ ആ നശിച്ച സന്തതിയുണ്ടല്ലോ തുളസി, അവളും ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് തന്നെയാ കരുതിയത്. അവരങ്ങനെ തന്നെ കരുതണം. അതുകൊണ്ടാ ഞാൻ ആ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തത്. ഇതൊക്കെ ഞാൻ മുൻകൂട്ടി കണ്ടിരുന്നതാ. എപ്പ വേണമെങ്കിലും രാജവർമ്മയെ സത്യം തെളിയിക്കാനായിട്ട് തുളസി ഇവിടേക്ക് കൊണ്ടുവരുമെന്നും എനിക്കറിയായിരുന്നു. അതുകൊണ്ടാ എല്ലാ കുറ്റങ്ങളും ഞാൻ തന്നെ ഏറ്റെടുത്തത്. പിന്നെ തുളസിയെ ആദ്യ വിവാഹം കഴിച്ചാൽ സംഭവിക്കുക എന്റെ മരണമാണെന്നുള്ളൊരു ഷോക്ക് ട്രീറ്റ്മെന്റ്, അത് നൽകാനും കൂടിയുള്ളൊരു അവസരമായിട്ടാ ഞാൻ ഇതിനെ എടുത്തത്. കിട്ടിയ അവസരം നന്നായിട്ട് ഉപയോഗിച്ചൊന്ന് ചുരുക്കം. സൂപ്പർ ദുർഗേച്ചി, സൂപ്പർ. ഇതാണ് ബുദ്ധിപരമായ നീക്കം. ഇങ്ങനെയുള്ള ദുർഗേച്ചിയായി എനിക്ക് കാണേണ്ടത്, അല്ലതോ കരഞ്ഞും പിഴിഞ്ഞും ഇരിക്കുന്ന ദുർഗേച്ചി അല്ല. കരച്ചിലും പിഴിച്ചിലും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറണം സുലു. കരച്ചില് പെണ്ണിന് മാത്രം അവകാശപ്പെട്ടതും പെണ്ണിന് മാത്രം തീരെഴുതി കൊടുത്തതൊന്നുമല്ല. ഇനി അങ്ങനെയുള്ള ധാരണകളൊക്കെ മാറ്റേണ്ട കാലവുമായി. ഇതൊക്കെ സിനിമയിലായിരുന്നെങ്കിലേ കയ്യടി ഉറപ്പായിരുന്നു. സിനിമയിലേക്കാൾ കയ്യടി നേടേണ്ട കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്ത് കാണിച്ചു കൊടുക്കണം മറ്റുള്ളവർക്ക്. പ്രസാദ് സാർ മാപ്പ് പറഞ്ഞോണ്ട് ഇപ്പൊ പ്രിയയുടെ അടുത്ത് ചെന്ന് കാണും. കാണട്ടെ, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. പിന്നെ ദുർഗയുടെ അടുത്ത് ചേട്ടന്റെ അനിയത്തിയുടെയും കൂടുതൽ അഭ്യാസങ്ങളൊന്നും നടക്കില്ലെന്ന് ഇപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ദുർഗേച്ചി, എല്ലാം പോയി ദുർഗേച്ചി. നീ കടയിൽ പോകാൻ ഇറങ്ങിയതല്ലേ? ഇനി എവിടെയും പോയിട്ട് ഒരു കാര്യമില്ല. എന്താ പറ്റിയത്? ആ തുളസി ആദ്യ മോനും ചേർന്ന് ചേച്ചിയുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്ത് ചാടിച്ചില്ലേ? പതുക്കെ പറ. ഇനി പതുക്കെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും നഷ്ടം നമുക്ക് തന്നെയാ. നീ കാര്യം എന്താന്ന് പറയൂ സുലു. പ്രസാദ് സാറ് പ്രിയയുടെ വീട്ടിലുണ്ട്. അതിന് അപ്പോഴേക്കും പ്രസാദേട്ടൻ അനിയത്തിയുടെ അടുത്ത് എത്തി. അവരെ തമ്മിൽ അകറ്റാൻ നോക്കിയത് അമ്മയായിരുന്നില്ലേ? ഇപ്പൊ സത്യമല്ല അറിഞ്ഞ സ്ഥിതിക്ക് അവര് പഴയതുപോലെ ആയിക്കാണും. അതെ, അവര് പഴയതുപോലെ ആയിക്കാണും. അത് നമുക്ക് നഷ്ടാ ചേച്ചി. നഷ്ടോ? അവര് ഏട്ടനും അനിയത്തി സ്നേഹത്തോടെ കഴിയുന്നതില് സുലാന്റിക്ക് എന്താ നഷ്ടാവുന്നേ? എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. നീ വരുത്തി വെച്ച വിനയ ഇതല്ല. വിനയോ? അതെ, ആ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന പെണ്ണിന്റെ കൂടെ നടന്ന് സ്വന്തം അമ്മയുടെ മുഖത്ത് കരി വാരി തേച്ചില്ലേ നീ? ഞാനായിട്ട് വാരി തേച്ചൊന്നും അല്ല. അമ്മ ബ്യൂട്ടി പാർലറിൽ പോയി മിനിക്കെടുത്ത് ഈ മുഖത്തിനുള്ളിലെ മറ്റൊരു കറുത്ത മുഖോടെന്ന് എല്ലാരും അറിയട്ടെ. എന്താടാ നീ പറഞ്ഞേ? എന്റെ മനസ്സ് കറുത്താണെന്നല്ലേ നീ ഉദ്ദേശിച്ചേ? ചെയ്തതെല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു അമ്മയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതെ, നല്ലതിനു വേണ്ടി മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിന്റെ നന്മയ്ക്ക് വേണ്ടി, തുളസിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ രാജവർമ്മയെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടിയാടാ. എന്റെ ജീവിതം നന്നാവണമെങ്കിൽ അത് തുളസിയോടൊപ്പം ആയിരിക്കണം. ഇങ്ങനെ പോയാ ഇനി നിന്റെ ജീവിതവും മരണവും ഒക്കെ അവളോടൊപ്പം തന്നെ ആയിരിക്കും. പ്രസാദ് സാറും പ്രിയെ അത്ര സ്നേഹത്തോടെ അവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ടത്. നടക്കില്ല. ഞാൻ പറയുന്നതേ ഈ വീട്ടിൽ നടക്കൂ. എന്റെ ഇഷ്ടങ്ങൾ മാത്രമേ നടക്കൂ.
അവരെ ഏട്ടനും അനിയത്തിയും അവരുടെ ആ നശിച്ച മോളും പിന്നെ നീയും ആരും മനസ്സിലൊന്നും ആഗ്രഹിക്കണ്ട. മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും വിചാരമായിട്ടാണ് നടക്കുന്നതെങ്കിൽ അതങ്ങ് മണ്ണിട്ട് മൂടിയേരെ. ആദിയും തുളസിയായിട്ടുള്ള വിവാഹം നടക്കുകയാണെങ്കിൽ അതിന്റെ 3-ാം നാള് മരിക്കുന്നത് തുളസിയുടെ അമ്മയായിരിക്കില്ല, ആദിയുടെ അമ്മയായിരിക്കും. ഇല്ല ഡോക്ടർ, ദുർഗയെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, കൂടുതൽ പ്രശ്നങ്ങളിലേക്കായിരിക്കും കാര്യങ്ങൾ ചെന്നെത്തുക. തുളസിക്കൊരിക്കലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ദുർഗയെ അമ്മയുടെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. ദുർഗ അത്രയ്ക്ക് അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്റെയും ദുർഗയുടെയും മകളാണ് താനെന്ന് തുളസി അറിഞ്ഞാൽ ചിലപ്പോ ആദ്യമായുള്ള ബന്ധത്തിൽ നിന്ന് വരെ അവൾ പിന്മാറിയെന്ന് വരും. അമ്മയും മകളും എന്ന ബന്ധത്തിൽ അമ്മയ്ക്കാണ് മകൾ എന്ന ബന്ധത്തോട് തീവ്രത കൂടുതൽ. താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞ് എന്ന ഒറ്റ കാരണത്താൽ ഏത് ശത്രുതയും അമ്മ മറന്നേക്കും. അതുകൊണ്ടാണ് ഇക്കാര്യം ദുർഗയോട് തന്നെ ആദ്യം പറയണമെന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ദുർഗ മാഡത്തോട് ഞാൻ സംസാരിക്കാം സർ. എന്റെ മരണമൊഴിയായി കരുതാമെന്ന് പറയാം. ഏത് കോടതിയും മരണമൊഴിക്ക് വില നൽകുമല്ലോ. ദുർഗ മാഡവും എന്റെ വാക്കുകൾ വിശ്വസിക്കും. പ്ലീസ് ഡോക്ടർ, അങ്ങനെയൊന്നും പറയരുത്. ഡോക്ടറുടെ അസുഖം ഭേദമാവും, ഡോക്ടർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. അത്തരം പ്രതീക്ഷകളൊന്നും എനിക്കില്ല സർ. ഈ ലോകത്തു നിന്നും പോകുമ്പോ മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തുളസി സാറിന്റെ മകളാണെന്നും ആദിത്യൻ പ്രിയയുടെ മകനാണെന്നും സാറിനോട് പറഞ്ഞതോടെ എന്റെ മനസ്സ് ശാന്തമായി. ഇനി എന്ത് വിധിയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. സാറ് വിഷമിക്കണ്ട. ദുർഗാ മാഡത്തിനോട് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. അച്ഛാ, അച്ഛ- മാമ, ആ, മോളെ. മാമനിന്ന് ലീവാണോ? ആ, അല്ല, രാവിലെ ഒന്ന് ദേവിയെ കണ്ട് തൊഴണമെന്ന് തോന്നി. ദേവിയോട് എന്താ പ്രാർത്ഥിച്ചേ? അത് ഞാൻ പ്രാർത്ഥിച്ചത് ദേവി എനിക്ക് സാധിച്ചു തന്നു. ആഹാ, എത്ര പെട്ടെന്നോ? ആ, ദേവിയുടെ മുമ്പില് മനസ്സൊന്നൊന്ന് പ്രാർത്ഥിച്ച അപ്പൊ തന്നെ സാധിച്ചു തരും. മോളുടെ ആഗ്രഹം എന്താന്ന് വെച്ചാ പോയി പ്രാർത്ഥിച്ചു. ഡോക്ടർ പറഞ്ഞാൽ ദുർഗേച്ചി സമ്മതിക്കുമോ? സമ്മതിക്കാതെ പറ്റില്ലല്ലോ. പ്രസാദേട്ട് നമ്മുടെ കൂടെയുള്ള സ്ഥിതിക്ക് ദുർഗേച്ചി ഡോക്ടർക്കെതിരെ കേസ് കൊടുക്കുന്നു തോന്നില്ല. ഡോക്ടർക്കും ഹോസ്പിറ്റലിനുമെതിരെ കേസ് കൊടുത്തിട്ടില്ലെങ്കിലും എനിക്കും നിനക്കും എതിരെ ദുർഗേച്ചി നീങ്ങാതിരിക്കില്ല. കുഞ്ഞുങ്ങളെ തമ്മിൽ മാറ്റിയത് നമ്മളാണല്ലോ. ചേട്ടൻ പേടിക്കാതിരിക്കെ. ഡോക്ടർ ഇന്ദുലേഖ ദുർഗേച്ചിയോട് സംസാരിക്കട്ടെ. എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാലോ. ദുർഗേച്ചി മാത്രമല്ലല്ലോ, തുളസിമോളും ആദിയും. അവര് നമ്മുടെ മക്കളല്ലേ ചേട്ട. കാര്യം പറഞ്ഞ അവർക്ക് മനസ്സിലാവും. ആഹാ, കൊള്ളാലോ രണ്ടാളും. ഞാൻ വരുന്നത് വരെ കാത്തിരിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അല്ലേ? മോളെ, അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ? ആ, തിരക്കില്ല. പക്ഷേ മറ്റൊരാൾ ഉണ്ടായിരുന്നു. അതാരാ? അമ്മയുടെ പുന്നാര ആങ്ങള. മാമനുണ്ടായിരുന്നു അമ്പലത്തിൽ? ആ, ഉണ്ടായിരുന്നു മാത്രല്ല, അവിടെ വെച്ചേ ഒരു സംഭവം കൂടെ ഉണ്ടായി. എന്ത് സംഭവം? ഒരു വലിയ രഹസ്യം അവിടെ വെച്ച് പ്രസാദ് മാമൻ വെളിപ്പെടുത്തി. എന്ത് രഹസ്യം? അതൊക്കെ ഉണ്ട്.
എന്ത് രഹസ്യ മാമൻ എന്നോട് പറഞ്ഞത്? പറഞ്ഞത് എന്നോടല്ല, പിന്നെ മാമന്റെ ഏതോ പഴയ പരിചയക്കാരനോടാ. എന്താ പറഞ്ഞതെന്ന് പറ. ഷോ, ഇതെന്താ ഭൂകമ്പം ഉണ്ടാക്കുന്ന പ്രശ്നമൊന്നുമല്ല. ഞാനേ ഈ ചായ ഒന്ന് കുടിക്കട്ടെ. ദേ, വെറുതെ മനുഷ്യനെ ടെൻഷൻ എടുപ്പിക്കാതെ പറയാൻ നോക്കുന്നുണ്ടോ? എന്താ പ്രശ്നം അയാളോട് പറഞ്ഞത്? ആ, ഇത് തന്നെയല്ലേ അമ്മയും ചോദിക്കുന്നേ. ദേ, ഒരേ ചോദ്യം തന്നെ രണ്ടുപേരും ചോദിച്ചിട്ട് കാര്യമില്ല. ദേ, നീ പറയുന്നുണ്ടോ? പറയാം. എന്നെയും മാമനെയും ക്ഷേത്രത്തിൽ വെച്ച് ഒരുമിച്ച് കണ്ടപ്പോ മാമന്റെ ഏതോ ഒരു പരിചയക്കാരൻ ചോദിച്ചു, ഇതാരാ സാറേ, മോളാണോന്ന്. എന്നിട്ട് മാമൻ പറഞ്ഞു അതേന്ന്. എന്നിട്ടൊന്നുമില്ല, അത്രേ ഉള്ളൂ. എന്റെ ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. അത് പിന്നെ മാമൻ നിന്നെ എപ്പോഴും മോളെ പോലെ തന്നെയല്ലേ കൊണ്ട് നടക്കുന്നേ, അതുകൊണ്ട് പറഞ്ഞതാവും. അതെ, പക്ഷേ എന്തോ ഒരു ചേഞ്ച് മാമനുണ്ട്. എന്ത് ചേഞ്ച്? സാധാരണ മകളാണെന്ന് പരിചയപ്പെടുത്തിയാലും പിന്നീട് മരുമകളാണെന്ന് സത്യം പറയാറുള്ളതാ. ഇവിടെ അതുണ്ടായില്ല. ഹരി എപ്പോഴും തുളസിയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന് അവളുടെ മാതാപിതാക്കളെ അറിയിക്കണം. അവരിതിന് താല്പര്യം കാണിച്ചില്ലെങ്കിൽ ഹരിക്ക് സംഭവിച്ച നാണക്കേടിന് ഉത്തരം പറയാൻ ആവശ്യപ്പെടണം. അല്ല, ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവാൻ പോകുന്നത്? പ്രയോജനം ഉണ്ടാവുന്നത് ഹരിക്ക് തന്നെയാ. തുളസി ഹരിയെ ചതിക്കുകയായിരുന്നു എന്ന് കൂടുതൽ പേരറിയും. അതുകൂടാതെ മാനനഷ്ടത്തിന് പോലീസിലെ കേസ് കൊടുക്കുകയും ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഗായത്രി ചേച്ചിക്ക് പ്രശ്നമാവും. മിനിസ്റ്റർ ഗായത്രി ടീച്ചറിന്റെ അനിയനെന്ന നിലയ്ക്കല്ലേ ആദ്യം വിവാഹം ആലോചിച്ചത്. അന്നതിനൊക്കെ താല്പര്യം കാണിച്ചിട്ട് ഇപ്പൊ താല്പര്യം ഇല്ലാന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അവര് വ്യക്തമാക്കണം. ഞാൻ ഹരിയെ നിർബന്ധിക്കുകയല്ല. നമ്മുടെ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നായ സ്ഥിതിക്ക് അതിനുവേണ്ടി നമുക്ക് ഒന്നായി ചേർന്ന് പ്രവർത്തിക്കാമെന്ന് ഹരിയും കൂടി ഇതിനു മുമ്പ് എന്നോട് സമ്മതിച്ചതുകൊണ്ടാ ഞാനിത് പറയുന്നത്. തുളസിയെ ശ്രീഹരി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നതല്ലേ? ആ വിവാഹം നടക്കും. എന്നാ മാത്രമേ ഹരിക്ക് റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിനെ മുമ്പിൽ അന്തസ്സോടെ തലയുയർത്തി നടക്കാനാവൂ. ആന്റി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഹരിയുടെ ചേച്ചിയുടെ സ്ഥാനത്ത് എന്നെ കണ്ടാ മതി. ഗായത്രി നടത്തിത്തരാൻ താല്പര്യം കാണിക്കാത്ത ഹരിയുടെ വിവാഹം ഞാൻ നടത്തിത്തരും. ഹലോ. മോള് ഉറങ്ങിയോ? ഈ സമയത്തോ? എന്താ മാമ, സമയം അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ. അത് ശരിയാ. ഞാൻ ഉറങ്ങിയോന്നറിയാൻ വിളിച്ചതാണോ? അതെ. അല്ല അത് സോറി. മാമന് എന്തു പറ്റി? നീ ഭക്ഷണം കഴിച്ചോ എന്നറിയാൻ വിളിച്ചതാ. അങ്ങനൊരു വിളി പതിവുള്ളതല്ലോ. എന്താ മാമന്റെ പ്രശ്നം? എന്താണെങ്കിലും എന്നോട് പറ. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല മോളെ. ഉണ്ട്. അത് പറയാൻ വേണ്ടിയാ മാമൻ ഇപ്പൊ എന്നെ വിളിച്ചത്. അല്ല മോളെ. ഈ മോളെ വിളി അങ്ങ് അവസാനിപ്പിച്ചോ. എനിക്കിനി വയ്യ ദുർഗമ്മയുടെ ആട്ടും തുപ്പും കേൾക്കാൻ. സോറി. എന്തിന്? അല്ല, ദുർഗ നിന്നോട് അങ്ങനെ പെരുമാറിയതിനെ. ഓ, അതിന്ന് ആദ്യമായിട്ടൊന്നല്ലല്ലോ, സ്ഥിരം കലാപരിപാടിയല്ലേ. ദുർഗാമ്മ എന്നോട് കാട്ടിക്കൂട്ടുന്ന കലാപങ്ങൾക്ക് മാമൻ സോറി പറയാൻ നിന്നാലേ മാമന് പിന്നെ അതിനെ സമയം കാണൂ. എന്നെങ്കിലും ഒരിക്കൽ അവൾ നിന്നെ അംഗീകരിക്കും. അന്ന് ഏതോ ഒരു കറുത്ത പക്ഷി മലർന്നു പറക്കും. സത്യം, അവൾക്ക് നിന്നെ അംഗീകരിക്കേണ്ടി വരും. മാമ നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറ.
ഇപ്പൊ എന്നെ വിളിച്ചത് ഇതൊക്കെ പറയാൻ വേണ്ടിട്ടായിരുന്നോ? ഹേയ് അല്ല, പിന്നെ ഏയ്, എടാ, ഞാൻ വെറുതെ വിളിച്ച മോളിറങ്ങിക്കോ കേട്ടോ. ഗുഡ് നൈറ്റ്. ഈ മാമനിത് എന്തു പറ്റി? പതിവില്ലാത്തൊരു ഫോൺ വിളിയും സോറി പറച്ചിലും. ഗുഡ് നൈറ്റ് പറഞ്ഞ് ഉടനെ ഫോണും കട്ട് ചെയ്തു. തിരിച്ചൊരു ഗുഡ് നൈറ്റ് പറയുന്നത് കേൾക്കാനും നിന്നില്ല. എന്തായിരിക്കും? എന്തെങ്കിലും ആവട്ടെ. ബ്ലഡ് കൗണ്ടിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി കീമോയുടെ ആവശ്യമില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. മാഡം, ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അത് മതി. ഇപ്പൊ തിരക്കിട്ട് വരണമെന്നില്ല. ചിലപ്പോ അടുത്ത ആഴ്ച ഡിസ്ചാർജ് ആയെന്ന് വരാം. ഓക്കെ. ഡോക്ടറുടെ ഹെൽത്ത് ബെറ്ററായി അറിഞ്ഞപ്പോ തന്നെ മനസ്സിനൊരു ആശ്വാസമായി. എല്ലാം ശരിയാവും. എനിക്ക് എന്റെ മകളെയും പ്രിയയ്ക്ക് അവളുടെ മകനെയും ഡോക്ടർക്ക് ജീവിതമൊക്കെ തിരിച്ചു കിട്ടും. ശരിയാണ് സർ. സത്യത്തിന് ഈ ലോകത്ത് എന്നും വിലയുണ്ട്. ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ വലിയ സത്യം സാറിനോട് തുറന്നു പറഞ്ഞതോടെ ഒരു വലിയ പോസിറ്റീവ് ഫീലിംഗ് എനിക്കുണ്ടായി. അത് തന്നെയായിരിക്കും എന്റെ അസുഖം കുറയാനും കാരണം. ആ, ഇത് കുറച്ച് സ്വീറ്റ്സാ. ഈ സന്തോഷം ഉണ്ടാവുമ്പോ മധുരം കഴിക്കണം എന്നല്ലോ. എടുക്കൂ, കഴിക്കൂ. ആദിത്യന്റെയും തുളസിയുടെയും വിവാഹ സദ്യയുടെ പായസത്തിന്റെ മധുരാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. അതെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ആ കല്യാണ സദ്യ ഉണ്ണണം. പ്രസാദേട്ടാ, കോഫി. പ്രസാദേട്ടൻ ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്കാരോടും ദേഷ്യമില്ല, എന്നോട് പോലും. അപ്പോ എല്ലാവരോടും ദേഷ്യമാണെന്നർത്ഥം. ദേഷ്യം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. കൈ നോക്കണോ അമ്മ? കൈ നോക്കണോ? കൈ നോക്കി ലക്ഷണം പറയാം. എന്താ? ഭൂതം, ഭാവി, വർത്തമാനം നോക്കി എല്ലാം പറയും. ഇവിടെ ആർക്കും ഭൂതവും ഭാവിയും ഒന്നും അറിയാനില്ല. അയ്യോ, കൈനോട്ടക്കാരി, കൈ നോക്കണം ചേച്ചി. എന്തിന്? ഇതൊക്കെ വെറും തട്ടിപ്പാ. വെറുതെ കാശ് തട്ടിയെടുക്കാനുള്ള ഒരു ഏർപ്പാട്. അയ്യോ, അങ്ങനെ പറയരുത് സാറേ. ഇവര് നല്ലതുപോലെ ലക്ഷണം പറയും. പറഞ്ഞ അച്ചട്ടാ. ആ, ഒരാള് പ്രവചിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. എല്ലാരും ബ്രഹ്മാവ് രാജവർമ്മയെ പോലെ, ബ്രഹ്മശ്രീ അങ്ങേരെ പോലെ ആവണമെന്നില്ലല്ലോ സാറേ. ആവുന്നതല്ലോ, ആക്കുന്നതല്ലേ. അതെ, ആ വിഷവത്തിനെ ഒഴിവാക്കാൻ വേണ്ടി ഏത് കൊമ്പത്തെ ജ്യോതിഷിയെയും ഞാൻ കാശറിഞ്ഞ് സ്വന്തമാക്കിയെന്ന് വരും. അത് ദുർഗയുടെ കള്ളത്തരമൊന്നുമല്ല. എനിക്ക് അവളെ കണ്ണിന് നേരെ കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെയാ. ഞാൻ നിക്കണോ അതോ പോണോ? കേറി വാ. ഓ, അവര് വന്നോട്ടെ സാറേ. വരട്ടെ. അവര് വന്നിട്ട് ചേച്ചിയുടെ കൈ നോക്കാം. പറയുന്നത് കള്ളത്തരമാണെങ്കിലേ 5 പൈസ കൊടുക്കരുത്. തുളസിയുടെ നാശം എന്ന് മുതൽ തുടങ്ങുമെന്ന് ചിലപ്പോ ഇവര് പറഞ്ഞാലോ. ദുർഗേച്ചി, എന്റെ ചേച്ചി എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ കേൾക്കുന്നത്? എനിക്ക് കണ്ടിട്ടും കേട്ടിട്ടും സഹിക്കുന്നില്ല എന്റെ പൊന്നോ. എന്താ സുലു, കാര്യം എന്താ? നീ കാര്യം പറയൂ. ഞാനതെങ്ങനെയാ ദുർഗേച്ചിയോട് പറയാ? ഇത്രയും നാണം കെട്ട ഒരു നാത്തൂനെയാണല്ലോ ദുർഗേച്ചിക്ക് കിട്ടിയത്. നീ കാര്യം ഒന്ന് പറയുന്നുണ്ടോ? ദുർഗേച്ചി അവര് ലക്ഷ്യമിടുന്നത് നമ്മുടെ ആദിമോനെയാ.
പ്രിയയ്ക്ക് പ്രിയയുടെ ആഗ്രഹം സാധിക്കുമെന്ന് ആ കൈനോട്ടക്കാരി പറയുമ്പോഴുള്ള പ്രിയയുടെ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു ചേച്ചി. എലി പുന്നെല്ലി കണ്ടതുപോലെ അവളുടെ മുഖം അങ്ങ് തെളിഞ്ഞു. അതിനനുസരിച്ച് ആ കൈനോട്ടക്കാരി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൾക്ക് ആദ്യം കിട്ടണം, അതാണ് അവളുടെ ലക്ഷ്യമെന്ന് എനിക്ക് പണ്ടേ മനസ്സിലായിട്ടുള്ളതാ. ഇത്രയും സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കാൻ തോന്നുന്നത് എങ്ങനെയാ ചേച്ചി? മനുഷ്യനായ ഒരു ശകല ഉളുപ്പെങ്കിലും വേണ്ടേ? ഈ പറയുന്ന സാധനം അവൾക്ക് ജന്മനാ ഇല്ലല്ലോ. അല്ലെങ്കിൽ എങ്ങാണ്ട് നിന്ന് തെണ്ടിത്തിരിഞ്ഞു വന്ന് സ്വന്തം വീട്ടിൽ വേലക്കാരനായിട്ട് നിന്ന ഒരാളെ കല്യാണം കഴിക്കൂ? അത് സത്യ ചേച്ചി. ഒരു നാണവും മാനവും ഇല്ലാത്ത സൈസാ പ്രിയ. പോരാത്തതിന് ഞാൻ എന്തൊക്കെ പറഞ്ഞു നോക്കി, അടി വരെ കൊടുത്തു. എന്തെങ്കിലും മാറ്റം അവക്കുണ്ടായോ? മാറ്റം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ ആദ്യമോനെ സ്വന്തമാക്കാനുള്ള അവളുടെ ആഗ്രഹം കൂടിക്കൂടി വരികയാ ചേച്ചി. അവളുടെ ആഗ്രഹവും അഹങ്കാരവും ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാം. എനിക്ക് എന്റെ മകൻ ഏറെ പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ അവളെയും അവളെ കെട്ടിയ പോലീസുകാരനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്താ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. ശ്രീഹരി, വെറുതെ ഇഷ്യൂ ഉണ്ടാക്കല്ലേ. നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല. എന്റെ വീട്ടിൽ നിങ്ങളുടെ സിസ്റ്റർ വിവാഹം ആലോചിച്ച് വന്നു. ആ വിവാഹം നടന്നില്ല. അതിനപ്പുറത്തേക്ക് പുതിയൊരു സീൻ ഉണ്ടാക്കാൻ വന്നാ എനിക്ക് വേറെ വഴി നോക്കേണ്ടി വരും. എന്ത് വഴി? ഞാൻ കൂടെ അറിയട്ടെ ആ വഴി. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. എന്റെ അച്ഛനും മാമനും ഏത് പൊസിഷനിലാണെന്ന് അറിയാലോ. കംപ്ലൈന്റ് ചെയ്തോ? എന്റെ ആവശ്യത. അങ്ങനെ കംപ്ലൈന്റ് ചെയ്താലേ ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങളെത്തും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിന്നെ എനിക്ക് കല്യാണം കഴിക്കണം. അതിൽ കുറഞ്ഞ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഇതെന്താ വെള്ളരിക്കപ്പെട്ടനാണോ? തോന്നുന്നവരെ കയറി കല്യാണം കഴിക്കണമെന്ന് പറയാൻ? നിന്റെ വർത്താനം കേട്ടാ തോന്നുമല്ലോ ഞാൻ സൂപ്പർ മാർക്കറ്റിലെ ഷെൽഫിൽ ഇരിക്കുന്ന എന്തോ പാക്കറ്റ് ആണെന്ന്. സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ചെടുത്തോണ്ട് പോവാൻ. നീ നന്നായിട്ട് സംസാരിക്കും. സ്മാർട്ടാ, നല്ല ബുദ്ധിയുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച എന്നെ വിഡ്ഢിയാക്കിയെന്നും എനിക്കറിയാം. മാറ്, എനിക്ക് പോണം. നീ എന്നെ കല്യാണം കഴിക്കാന്ന് സമ്മതിക്കേ, എങ്കിൽ ഞാൻ മാറാം. ഇപ്പൊ കല്യാണം കഴിക്കണോ? ഇവിടെ വെച്ചോ? ഒരു മിനിമം മര്യാദയെങ്കിലും കാണിക്കും. ഒന്നുമില്ലെങ്കിൽ ഒരു മിനിസ്റ്ററുടെ അനിയനല്ലേ, അതിന്റെ ക്വാളിറ്റി എങ്കിലും വേണ്ടേ? ആദ്യം നീ ക്വാളിറ്റി കാണിക്കേ, എന്നിട്ടാവാം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിൽക്കല്. എന്റെ വീട്ടുകാരുടെ നാട്ടുകാരുടെ മുമ്പില് എന്നെ നീ കഴിവുകെട്ടവനാക്കിയില്ലേ? അവൾക്ക് ഈടെയായിട്ട് തുളസിയോട് ദേഷ്യം കൂടിയിട്ടുമുണ്ട്. തുളസി സ്വന്തം മകളാണെന്നുള്ള കാര്യം അറിയിച്ചാൽ ചിലപ്പോ ദുർഗേച്ചിയുടെ മനസ്സ് മാറിയാലോ? അവളുടെ മനസ്സ് അങ്ങനെ ഒന്നും മാറില്ല. ആ കള്ള ജോൽസിന്റെയും അവളുടെയും കള്ളത്തരങ്ങൾ പിടിക്കപ്പെട്ട സ്ഥിതിക്ക് തുളസി മോളോട് അവൾക്കുള്ള പക കൂടുകയുള്ളൂ. ചിലപ്പോ തോന്നും തുളസി മോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അറിയാതെയാണെങ്കിലും സ്വന്തം അമ്മയാണ് അവള് നാണം കെടുത്തിയത്. ദൈവം അവൾക്ക് മാപ്പ് കൊടുക്കണേന്ന് പ്രാർത്ഥിക്കാത്ത നിമിഷങ്ങളില്ല. പിന്നെ തോന്നും തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണെന്ന്. ഈശ്വരൻ തുളസിക്ക് ആ തെറ്റ് കാണിച്ചു കൊടുത്തതാവും. ഒരു നിയോഗം പോലെ അവളത് ചെയ്തു എന്ന് കരുതിയാൽ മാത്രം മതി. അതെ, കളവെന്നായാലും പിടിക്കപ്പെടും. ദുർഗേച്ചിയും ബ്രഹ്മശ്രീ രാജവർമ്മയും നടത്തിയ കള്ളത്തരങ്ങള് പുറത്തു വന്നല്ലോ. അതിന് തുളസി കാരണമായി, അത്രയും കരുതിയാ മതി. ആദ്യം തുളസിമോളും തമ്മിലുള്ള വിവാഹം നടന്ന അതിന്റെ 3-ാം നാൾ ഞാൻ മരണപ്പെടും. ആ പ്രവചനം എന്റെ ഏട്ടൻ വിശ്വസിച്ചില്ലേ? അന്നത്തെ സാഹചര്യത്തിൽ എനിക്കത് വിശ്വസിക്കേണ്ടി വന്നു. പറഞ്ഞിരുന്നത് മറ്റാരും അല്ലല്ലോ, ബ്രഹ്മശ്രീ രാജവർമ്മയല്ലേ. എത്രയെത്ര കാര്യങ്ങൾ അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞത് സംഭവിച്ചിരിക്കുന്നു. ആ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് തള്ളിക്കളയാൻ പറ്റിയില്ല.
എന്തായാലും ദുർഗേച്ചി ബുദ്ധിമതിയാ. ആദ്യ തുളസിയെ വിവാഹം കഴിക്കാതിരിക്കാൻ ഇതിലും നല്ലൊരു വഴി കണ്ടു കാണില്ല. പെണ്ണെ, ഇത് ബുദ്ധിയല്ല, കുബുദ്ധിയ. ഈ ബുദ്ധി അവൾ ഏതെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഉപയോഗിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം തുളസിയും തമ്മിലുള്ള വിവാഹം നടക്കാൻ നമ്മളും ഇതുപോലെ എന്തെങ്കിലും കുറുക്കു വഴികൾ കണ്ടെത്തിയേ പറ്റൂ. കുറുക്ക് വഴികൾ അപകടം നിറഞ്ഞതാണ് ജയ. എന്നാലും നമുക്ക് വഴി കണ്ടുപിടിച്ചല്ലേ പറ്റൂ. എല്ലാം നടക്കും, നടക്കാതെ പറ്റില്ല.